ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇതിനായിട്ട് വേറെ വലിയ വലിയ സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് പഴം വേണം. അത് തൊലി കളഞ്ഞ് സ്മാഷ് ചെയ്ത് വെക്കാം. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എളുപ്പത്തിനായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പഴം എടുക്കണേ, അല്ലാതെ ഇതിന് ഇത്ര കപ്പ് അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ആവശ്യത്തിന് നമ്മൾക്ക് എന്തുമാത്രം വൈകുന്നേരത്തേക്ക് സ്നാക്ക് വേണോ അത്രയും. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ എടുത്തത് 1/3 കപ്പ് ആയിരുന്നു പഞ്ചസാര എടുത്തത്. ഈ പഴത്തിൻ്റെ അരച്ചില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ആ പഞ്ചസാരയും കൂടി ഇട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട്. അതിലേക്ക് ഞാൻ ഒരു 2 നുള്ള് ഉപ്പിട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മൈദ ഇടുമ്പോഴുണ്ടല്ലോ നോക്കേണ്ടത് ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂണും കൊണ്ട് കോരി എടുക്കാൻ പാകത്തിനുള്ള അയവ് വേണം. അപ്പം ഇടുമ്പം പതുക്കെ ഇടുക, മിക്സ് ചെയ്ത് നോക്കുക, വീണ്ടും മൈദപ്പൊടി ഇടുക. അതിനുശേഷം ആവശ്യത്തിന് കുറുകി ഈ ഒരു പരുവമായി എന്ന് വരുമ്പം നമുക്ക് മൈദ ഇടുന്നത് നിർത്താം. അതായത് എന്തുമാത്രം മൈദ വേണമെന്ന് അളവ് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് അളവ് പറയാത്തത്. അപ്പം ഈ പരുവത്തിലായതിനു ശേഷം നമ്മൾക്ക് കുറച്ച് കറുത്ത എള്ളാണ് ഇട്ടത്. കാണാൻ ഒരു ഭംഗിക്കും ഒരു ചെറിയ ടേസ്റ്റിനും കൂടെ മാത്രമാണ് എള്ളിട്ടത്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. എള്ളും കൂടി ഇടാം. ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണിനകത്ത് കോരിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരാവുന്നതാണ്. ഇതൊരു ഗോൾഡൻ യെല്ലോ കളറായതിന് ശേഷം വറുത്ത് കോരാമേ. മീഡിയം തീയിലിട്ടാണ് മുഴുവനും വറുത്ത് കോരേണ്ടത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഉണ്ടല്ലോ, പഴത്തിൻ്റെ നനവിലും പഞ്ചസാരയുടെ നനവിലും ഇത് കുഴഞ്ഞാൽ മതിയേ, അല്ലാതെ വെള്ളം ഒഴിച്ചൊന്നും ഇത് കുഴയ്ക്കരുത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേറെ വലിയ പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഞാൻ എടുത്ത പഴം പാളയം കുടൻ എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ പഴമാണേ. അതാവുമ്പോഴത്തേക്കിന് ഞാൻ അത് വെച്ചാണ് കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ പഴം വെച്ചൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് ഏത്തയ്ക്ക വെച്ച് ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. പക്ഷേ പഴം വെച്ച് ഇങ്ങനെ നോക്കിയാൽ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ട് കിട്ടും കേട്ടോ. അത്രയ്ക്കും രസമാണിത് ഉണ്ടാക്കാനും കഴിക്കാനും. പിന്നെ ഉണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീട്ടുകാരൊത്ത് കുട്ടികളൊത്ത് സന്തോഷമായിരിക്കുക. നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. താങ്ക്